കല്ലറയിൽ അവനെ അന്വേഷിച്ചു പോകുന്ന മഗ്ദലന മറിയത്തെ നാം വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിലാണ്. അവരെത്തുമ്പോൾ കല്ലറ ശൂന്യമാണ്. ദൈവദൂതൻ അവരോട് പറയും, അവൻ ഇവിടെയില്ല. മരിച്ചവനെ കല്ലറയിൽ അന്വേഷിക്കുമ്പോൾ ദൈവദൂതൻ്റെ മറുപടി ഇങ്ങനെയാണ്, അവൻ ഇവിടെയില്ല. അപ്പോൾ അവൻ ഇവിടെയാണ്. കല്ലറയ്ക്ക് പുറത്ത് ജീവിക്കുന്നവർ ആർത്തു വിളിച്ച് പറയണം, അവൻ ഞങ്ങൾക്കിടയിലുണ്ട്, അവൻ ജീവിക്കുന്നുണ്ട്. യേശു ഉത്ഥാനം ചെയ്തു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? അവൻ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ്. ഉത്ഥാനത്തിനു ശേഷം യാത്ര പറഞ്ഞു പോകുന്നതിന് മുൻപ് കർത്താവിൻ്റെ ഏറ്റവും ശക്തമായ വാഗ്ദാനം ഇതായിരുന്നു, യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. ഉത്ഥാനത്തിൻ്റെ തെളിവാണത്. അവൻ നമ്മുടെ കൂടെയുണ്ട്. ലാസർ മരിച്ച നിരാശയിലിരിക്കുമ്പോൾ യേശു ഭവനം സന്ദർശിക്കുന്നു. അപ്പോൾ സഹോദരി മറിയം പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു. അർത്ഥം വ്യക്തമല്ലേ? ദൈവം കൂടെയുണ്ടെങ്കിൽ ഒന്നിനെയും മനുഷ്യർ ഭയപ്പെടുകയില്ല. തനിച്ചാവുക എന്നതാണ് മനുഷ്യർ നേരിടാവുന്ന ഏറ്റവും വലിയ ദുര്യോഗം. ഉത്ഥാനം പറയുന്നത് ഇങ്ങനെയാണ്, നാം ആരും തനിച്ചല്ല. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉദ്ധിതൻ എന്നും ജീവിക്കുന്നവനാണ് അവൻ, നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് നാം ഒരു സാക്ഷ്യം കേൾക്കുന്നു. ആരും സഹായിക്കാനില്ലാത്ത അനാഥമായ ഒരു കുടുംബത്തെ ദൈവം എങ്ങനെ സഹായിച്ചുവെന്ന് അവിശ്വസനീയമായ കഥ പോലെ തോന്നുന്ന ഒരു ജീവിത സാക്ഷ്യം. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവൻ ഇപ്പോഴും നമ്മോട് കൂടെ ജീവിക്കുന്നു എന്ന്. Thank you, Jesus. Praise you, Jesus. Honor you, Jesus. Worship you, Jesus. Jesus, I thank you for my life. Though I have been an orphan at the very tender age, but I have ദൈവം അനാഥരെ കാത്തു പരിപാലിക്കും എന്നതിൻ്റെ തെളിവാണ് എൻ്റെ ജീവിതം. 11-ാമത്തെ വയസ്സിൽ എൻ്റെ മാതാപിതാക്കൾ 2 പേരും മരിച്ചു. 3 ഇളയ സഹോദരങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നു. 3 വയസ്സും 2 വയസ്സും 8 മാസവും പ്രായമുള്ളവർ. മുൻപോട്ട് പോകാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ദരിദ്ര സാഹചര്യങ്ങൾ. ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ കടന്നുപോയ നാളുകളിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ലായിരുന്നു. ആ ദാരിദ്ര്യത്തിൻ്റെ നാളുകളിൽ നിന്ന് ഈ കാലം വരെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, ദൈവം പരിപാലിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റിയത്, കാര്യങ്ങളൊക്കെ ഭംഗിയായത്. ഒരു സ്കൂളിലും പോകുകയോ ഏതെങ്കിലും കോളേജിൽ നിന്ന് ബിരുദ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയോ ചെയ്തിട്ടില്ല. സാധാരണ രീതിയിൽ നല്ലൊരു ജോലി സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സ്ഥിതിയായിരുന്നു. പക്ഷേ ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്നത് അവിശ്വസനീയമായ നേട്ടങ്ങൾക്ക് കാരണമായി. ഒരു ഔപചാരിക വിദ്യാഭ്യാസമില്ലാത്ത ഞാൻ ഒരു യൂണിവേഴ്സിറ്റി രജിസ്ട്രാറിൻ്റെ സെക്രട്ടറിയായി ജോലി ചെയ്തു. പിന്നീട് ഇറ്റാലിയൻ കോൺസുലേറ്റിൽ 33 വർഷം ജോലി ചെയ്തു. സാധാരണഗതിയിൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കാര്യങ്ങൾ. ഞാൻ വിവാഹം കഴിച്ചു പോകുമ്പോൾ സ്ത്രീധനമായി കൊണ്ടുപോയത് എൻ്റെ ഇളയ 3 സഹോദരങ്ങളെയാണ്. അവരെ വളർത്തി. എനിക്ക് 2 മക്കളുമുണ്ടായി, അവരെയും വളർത്തി. അതുകൂടാതെ 3 മക്കളെ അനാഥരെന്ന് പറയാം, അവരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരെയും ഞാൻ വളർത്തി. അങ്ങനെ 8 മക്കളെ വളർത്താൻ ദൈവം എനിക്ക് കൃപ തന്നു. അനാഥ സാഹചര്യത്തിൽ നിന്ന് വലിയൊരു കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് ദൈവം എന്നെ നയിച്ചു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, മാനുഷികമായ ശക്തി കൊണ്ടോ ലോകത്തിൻ്റെ ചിന്ത അനുസരിച്ചോ ഒന്നും നേടാൻ സാധിക്കില്ലായിരുന്നു. പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് വലിയ നേട്ടങ്ങളും വലിയ സ്ഥാനങ്ങളും നേടി. ദൈവം ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. According to His will, He has provided, He has established, He has fulfilled all my desires. I thank you, Jesus. I praise you, Jesus. I honor you, Jesus. I worship you, Jesus. ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം കേട്ടുവല്ലോ. സാധാരണഗതിയിൽ നിരാശരായി മുൻപോട്ട് പോകാൻ സാധ്യതകളില്ല എന്നു കരുതി ജീവിതം അവസാനിപ്പിക്കേണ്ടവരാണ്. പക്ഷേ ഇവിടെ
ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്ന് സഹായം വരുന്നു. അതിനൊക്കെ കാരണം കർത്താവ് കൂടെയുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. നമുക്കും മുൻപോട്ട് നോക്കാം. പ്രതിസന്ധികളുണ്ടാകും, സഹനങ്ങളും മുൻപോട്ട് എങ്ങനെ കടന്നു പോകും എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകും. അപ്പോഴൊക്കെയും ഓർക്കാം, ദൈവം കൂടെയുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പഴയ കഥ ഓർമ്മിക്കുന്നില്ലേ? കടൽക്ഷോഭത്തിൽപ്പെട്ട കപ്പൽ, എല്ലാവരും മരണവെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഒരു കൊച്ചു കുഞ്ഞ് മാത്രം കപ്പലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ ചോദിക്കും, എന്താണ് നിനക്ക് ഭയമില്ലാത്തത്? അവൻ പറയും, ഞാൻ എന്തിനു ഭയപ്പെടണം? കപ്പലിൻ്റെ ക്യാപ്റ്റൻ എൻ്റെ അപ്പനാണ്, പിതാവാണ്, പേടിക്കേണ്ടതില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ലളിതമാണ് ജീവിതം. പ്രതിസന്ധികളുണ്ട് മുൻപിൽ, ഒരുപാട് കാര്യങ്ങളിൽ മറുപടികളില്ല നമുക്ക്. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവം, ഉദ്ധാനം ചെയ്ത ഈശോ എൻ്റെ കൂടെയുണ്ട്. ഒന്നിനും എന്നെ ഭയപ്പെടുത്താനാകില്ല. എല്ലാവർക്കും ഈസ്റ്റർ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ.